ഹലോ, എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് സാറ്റർഡേ വേർഷനാട്ടോ നിങ്ങളെ കാണുന്നത്. ഫസ്റ്റ് തന്നെ ഞാനൊരു കാര്യം പറയാം. ഈ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് ലോങ് വീഡിയോ ആണ് ഷൂട്ട് ചെയ്യുന്നതെന്നുള്ള ബോധം ഇല്ലാണ്ടാണ് ഈ പോർട്രേറ്റിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പല്ലൊക്കെ തേച്ച് ബോധം വന്നു കഴിയുമ്പോൾ പിന്നത്തെ ബാക്കിയൊക്കെ ലാൻഡ്സ്കേപ്പ് ആയിക്കോളൂ കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പതിവ് പോലെ ഇന്നും മഴ തന്നെയാണ്. പിന്നെ ഇന്നത്തെ ദിവസത്തെ പ്ലാൻഡ് പരിപാടി എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് ഉണ്ട്. നമ്മുടെ ജെൻസയുടെ അമ്മയിലെ ജോർജി വീണിട്ട് കാലൊടിഞ്ഞ ഹോസ്പിറ്റലിലാണ്. ജെൻസയും പിന്നെ എൻ്റെ അനിയത്തി പ്രിറ്റിയും കൂടി ഓൾറെഡി പോയിട്ട് ഹോസ്പിറ്റലിലേക്ക്. അതാണ് നിങ്ങൾ കണ്ടത്, ഒരു കാറ് പോണത്. പിന്നെ ഞാൻ കുറച്ച് സമയം നമ്മുടെ മഴയുടെ അവസ്ഥയൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി പുറത്തോടെയൊക്കെ ഒന്ന് നടന്നേ. ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള തോടാട്ടോ. നേരെ വീട്ടിൽ വന്ന് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഗ്രില്ലിൽ അറേഞ്ച് ചെയ്ത മണി പ്ലാന്റ് ഒക്കെ ചെറുതായിട്ട് വാടുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു അതെല്ലായിടത്തും മഴയത്ത് വെക്കാമെന്ന്. അപ്പോഴേക്കും തോട്ടാപ്പി എണീറ്റ് വന്നു. അമ്മ അടുത്ത വീട്ടിൽ പോയി പാലും മേടിച്ചിട്ട് വന്നു കേട്ടോ. പിന്നെ ഞാനും തോട്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. ഇപ്പോൾ ഇവർക്ക് വാരിയൊന്നും കൊടുക്കണ്ട, തന്നെ എടുത്ത് കഴിച്ചോളൂ കേട്ടോ. പതിവുകളൊക്കെ തെറ്റിച്ച് ഞാനൊന്ന് പാത്രം കഴുകിയേക്കാമെന്ന് വിചാരിച്ചു. ഇതങ്ങനെ ഡെയിലി ഞാൻ ചെയ്യണമെന്നല്ല കേട്ടോ, എനിക്ക് തോന്നിയാൽ ചെയ്യും, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് ദിവസമായിട്ട് പ്ലാനിലുണ്ടായിരുന്നതാണ് ഈ മേലത്തെ സിറ്റ് ഔട്ട് ഒന്ന് ക്ലീൻ ചെയ്യാമെന്നുള്ളത്. ഇത് കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും ഇതുവരെ നടന്നില്ല കേട്ടോ. പിന്നെ സാറ്റർഡേ ചെയ്യാമെന്നുള്ള രീതിയിൽ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അതെല്ലാം കംപ്ലീറ്റ് ക്ലീൻ ചെയ്തേ. ക്ലീനിങ് കഴിഞ്ഞ് പിന്നെ കുളിക്കാണ്ട് എന്നെ ഒന്നിനും കൊള്ളില്ലാണ്ടായി. ആ ടൈമിൽ തന്നെ ഞാൻ ടോട്ടുവിനെയും കുളിപ്പിച്ചു. പിന്നെ ഞാനും കുളിച്ചിട്ട് ഇറങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് ടോട്ടുവിനെ ഉറക്കി കേട്ടോ. പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ പെട്ടെന്ന് അതിന് വേണ്ടി റെഡിയായി നേരെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടോ. ഈ ഹോസ്പിറ്റൽ പണ്ട് ചാഴികാട്ടായിരുന്നു. പണ്ടെന്ന് പറഞ്ഞാൽ അങ്ങ് ഒത്തിരി പണ്ടൊന്നുമല്ല, എൻ്റെ ഡെലിവറി ഇവിടെ നിന്നായിരുന്നു കേട്ടോ. ജോർജിയുടെ കൂടെ കുറച്ച് നേരം ഇരുന്നൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ വീട്ടിലേക്ക്. അങ്ങനെ ഐറ്റംസൊക്കെ മേടിക്കാൻ വേണ്ടി നമ്മൾ മഹാറാണിയിലേക്ക് പോയി. പ്രിറ്റി അവിടെ ഇരുന്നും കിടന്നൊക്കെ എന്തൊക്കെയോ തപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ വീണ്ടും തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോയി. വേറെ ഒന്നിനുമല്ല, ജെൻസേനെ പിക്ക് ചെയ്യണമായിരുന്നു. പിന്നെ അവിടുത്തെ കാപ്പി എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാൻ എപ്പോൾ ഡോക്ടറിനെ കാണാൻ വന്നാലും ഓരോ കാപ്പി കുടിക്കുമായിരുന്നു അവിടുന്ന്. നേരെ തിരിച്ച് വീട്ടിലെത്തി തോട്ടാപ്പിക്കും കുറച്ച് ചോക്ലേറ്റ് സാധനങ്ങളൊക്കെ കൊടുത്തു. ഞങ്ങളും ഓരോ ചിപ്സൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ എൻ്റെ പീരിയഡ്സിൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല ടയേർഡും ബാക്ക് പെയിൻ വയറുവേദന ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് നേരം കിടക്കാൻ പോയി. പിന്നെ എണീറ്റൊരു ചായയൊക്കെ കുടിച്ചു. തോട്ടാപ്പിയുടെ കൂടെ കുറച്ച് നേരം കളിച്ചു കേട്ടോ. ഈ കളിയും സ്നേഹമൊക്കെ അധികം നേരം നീണ്ടു നിൽക്കില്ല കേട്ടോ. ഞങ്ങൾ തമ്മിൽ കാണിച്ചു തരാം. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ടോട്ടാപ്പിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള ട്രെയിനിങ് ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് പാതിരാത്രി ആകുമ്പോഴാണ് ഞങ്ങളുടെ ഉള്ളിൽ സ്കിൻ കെയറും ഹെയർ കെയറൊക്കെ ഉണരുന്നത് കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഉറങ്ങാൻ പോയേ.